What is the 25th term of the arithmetic sequence 1, 11, 21, etc.? അപ്പോൾ ഇവിടെ 25th ടേം ആണ്, 25ാം പദമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 25ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യ പദം പ്ലസ് എ പ്ലസ് 24, 25ാമത്തെ പദമാണ് തൊട്ട് മുമ്പത്തെ 24 ഡി ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആദ്യ പദം ഇതിനകത്ത് ഏതാണ്? 1 ആണ്. പ്ലസ് 24 ഇൻറ്റു ഇതിനകത്ത് കോമൺ ഡിഫറൻസ് വരുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 1 11 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ഡി എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 24 ഇൻറ്റു 10 240 ആണ്. ഇസ് ഈക്വൽ ടു 241 ആണ്. അപ്പോൾ 25ാമത്തെ 25th ടേം എന്ന് പറയുന്നത് 241 ആണ് വരുന്നത്. 10th term of an arithmetic sequence is 46 and 11th term is 51. And ചോദ്യം ഇതാണ്, what is the first term? അപ്പോൾ 10ാം പദം എന്ന് പറയുന്നത് അല്ലെ, 10ാം പദം 10th term എന്ന് പറയുന്നത് 46 എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 11th term എന്ന് പറയുന്നത് എന്താണ്? 51 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1, 5, -1, അതുപോലെ 3. ഇത് 3ആണ്, ഇത് 4 ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 10th term എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? എ പ്ലസ് ആദ്യ പദം പ്ലസ് അല്ലെ 10ാമത്തെ പദം അല്ലെ, അപ്പൊ 9D ആണ് 46 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യ പദമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എ പ്ലസ് 9D, അതായത് 10ാം പദം തന്നിട്ടുണ്ട്. എ പ്ലസ് 9D എന്ന് വെച്ചാൽ 10ാം പദം എന്ന് വെച്ചാൽ 9 തൊട്ട് 9 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, എ പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാണ് കണ്ടുപിടിക്കുന്നത്? 10ാം പദവും 11ാം പദവും തന്നിട്ടുണ്ട്. 46, 51. അപ്പൊ 46 അല്ലെ, 51 മൈനസ് 46 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടും. എത്ര? ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 46 അല്ലെ. ഇനി എ പ്ലസ് I9 45 ആണ്, ഇസ് ഈക്വൽ ടു 46. ഇനി എ ഇസ് ഈക്വൽ ടു അല്ലെ, ആദ്യ പദം കണ്ടുപിടിക്കാം. 46 ഇവിടെ ഉണ്ട്, ഈ 45 അപ്പുറത്തേക്ക് പോവുക. 46 മൈനസ് 45 1 ആണ്. അപ്പൊ ആൻസർ വരുന്നത് 1 ആണ്. ഓപ്ഷൻസിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.